സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ടൈറ്റിൽ കണ്ടത് ഹാബിറ്റ് ട്രാക്കർ, ഹൗ ടു അച്ചീവ് അവർ ഗോൾസ് യൂസിങ് ഹാബിറ്റ് ട്രാക്കർ. ഇവിടെ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റി. ഹൗ അക്കൗണ്ടബിലിറ്റി ഈസ് റിലേറ്റഡ് ടു ഹാബിറ്റ് ട്രാക്കർ. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അക്കൗണ്ടബിലിറ്റിയും ഹാബിറ്റ് ട്രാക്കറും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? സിമ്പിളായിട്ട് അക്കൗണ്ടബിലിറ്റിനെ പറ്റി മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ മാനേജർ ഉണ്ടാവും അവിടെ. മാനേജർ നിങ്ങളുടെ വർക്ക് അക്കൗണ്ട് ചെയ്യും, ഇൻ അതർ വേർഡ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ കറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ അറ്റൻഡൻസ് സിസ്റ്റം ഉണ്ട്. ആ അറ്റൻഡൻസ് സിസ്റ്റം ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. ആ അറ്റൻഡൻസ് സിസ്റ്റം, ഇൻ അതർ വേർഡ്സ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസിക്വൻസ് ഉണ്ട്. അത് കാരണം എന്തായാലും അവിടെ ക്ലാസ്സിലേക്ക് വരും. സോ ദിസ് ഈസ് കാൾഡ് മെൻറ്റോ അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ജോലിക്ക് കയറുന്ന ആളെ മാനേജർ അക്കൗണ്ട് ചെയ്യുന്നത് മെൻറ്റോ അക്കൗണ്ടബിലിറ്റി. കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനെ അറ്റൻഡൻസ് സിസ്റ്റം വെച്ചിട്ട് അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് എല്ലാം അക്കൗണ്ട് ചെയ്യുന്നത് അതും മെൻറ്റോ അക്കൗണ്ടബിലിറ്റി. എല്ലാം പോട്ടെ, നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറാണ്, നിങ്ങളുടെ കോച്ച് നിങ്ങൾ അക്കൗണ്ട് ചെയ്യും. കോച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കളിക്കുന്നുണ്ടോ, നിങ്ങൾ പ്രാക്ടീസ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കോച്ച് ശ്രദ്ധിക്കും. അപ്പോൾ കോച്ച് അവിടെ നിങ്ങളെ അക്കൗണ്ട് ചെയ്യും. സോ ആ അക്കൗണ്ടബിലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടോട്ടൽ 3 types ഓഫ് അക്കൗണ്ടബിലിറ്റി. ദി ഫസ്റ്റ് വൺ ഈസ് മെൻറ്റോ അക്കൗണ്ടബിലിറ്റി, സെക്കൻഡ് വൺ ഈസ് പിയർ അക്കൗണ്ടബിലിറ്റി, ദി തേർഡ് വൺ ഈസ് സെൽഫ് അക്കൗണ്ടബിലിറ്റി. എന്താണെന്ന് പറഞ്ഞുതരാം. മെൻറ്റർ അക്കൗണ്ടബിലിറ്റി, മാനേജർ എംപ്ലോയിനെ അക്കൗണ്ട് ചെയ്യുന്നത് മെൻറ്റർ അക്കൗണ്ടബിലിറ്റി. ക്ലാസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ അക്കൗണ്ട് ചെയ്യുന്നത് അതും മെൻറ്റർ അക്കൗണ്ടബിലിറ്റി. കോച്ച് പ്ലെയേഴ്സിനെ അക്കൗണ്ട് ചെയ്യുന്നത് അതും മെൻറ്റർ അക്കൗണ്ടബിലിറ്റി. ഈ അക്കൗണ്ടബിലിറ്റി അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ സെക്കൻഡ് അക്കൗണ്ടബിലിറ്റി ഈസ് പിയർ അക്കൗണ്ടബിലിറ്റി. സോ വാട്ട് ഈസ് പിയർ അക്കൗണ്ടബിലിറ്റി? ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ടീമിൻ്റെ ഒപ്പം പോകണം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പിയേഴ്സ്, അതായത് നിങ്ങളുടെ കൂടെ കളിക്കുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, അവർ നിങ്ങൾക്കൊരു പ്രഷർ തരും. അതായത് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചൊന്നും കളിച്ചില്ല, അപ്പോൾ നല്ല രീതിയിൽ ഷൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം പിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരും, അതായത് കൂടെ കളിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കണമെന്ന് കരുതുക, ഒരു കോളേജിൽ പഠിക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യും. നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും അവർ തരില്ല. അപ്പോൾ ആ പിയർ അക്കൗണ്ടബിലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ വേണം, ആക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി എവിടെ നിന്ന് വരും? മെൻറ്റർ അക്കൗണ്ടബിലിറ്റി, പിയർ അക്കൗണ്ടബിലിറ്റി. ദി തേർഡ് വൺ ഈസ് സെൽഫ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് അക്കൗണ്ടബിലിറ്റിയാണ്. സെൽഫ് അക്കൗണ്ടബിലിറ്റിക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടൂളാണ് ഹാബിറ്റ് ട്രാക്കർ. കാരണം നമ്മളെ അക്കൗണ്ട് ചെയ്യാൻ വേറെ ആരുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നേരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്, നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുകയാണ്. സോ ദർ ഈസ് നോബഡി ടു ചെക്ക് വെദർ യു ആർ ഡൂയിങ് ഇറ്റ് ഓർ നോട്ട്. There is nobody to account your work. You need to account yourself. So, എങ്ങനെ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ച് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് ആക്ഷൻ ഇട്ട് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ഹാബിറ്റ്, എങ്ങനെയാണ് ഒരു ഹാബിറ്റ് വർക്ക് ചെയ്യുന്നത്, ഹാബിറ്റ് ട്രാക്കറിന് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ എന്ത് റോളാണുള്ളത്, ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എ ഹാബിറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ബിഹേവിയർ ഓർ റുട്ടീൻ acquired through frequent repetition. ഒരു ആക്ഷനെ പറ്റി കോൺഷ്യസ് ആയി ചിന്തിക്കാതെ തന്നെ എന്നും റെപ്പറ്റേറ്റീവായിട്ട് ആക്ഷൻ ചെയ്തുകൊണ്ട് പോകുന്ന ഈ പ്രക്രിയ ഉണ്ടല്ലോ, ഇതിനാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഹാബിറ്റിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, കോണ്ടന്റ് ക്രിയേഷൻ ഓൺ യൂട്യൂബ് ഓർ എനി അതർ സോഷ്യൽ മീഡിയ. 100 ദിവസം നിങ്ങൾ കോണ്ടന്റ് പോസ്റ്റ് ചെയ്തു. ഹാബിറ്റ് ആയാലും ഓട്ടോമാറ്റിക്കാണ്, എന്നും കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാതെ തന്നെ നിങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഹാബിറ്റ്. അപ്പോൾ 100 ദിവസം നിങ്ങൾ 100 കോണ്ടൻറ്റ് പോസ്റ്റ് ചെയ്താൽ റൈറ്റ് വാല്യൂ കൊടുക്കുന്ന ഇൻഫർമേഷൻ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്താൽ
അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന വാല്യൂവിൻ്റെ അളവ് മാത്രം ഇമാജിൻ ചെയ്താൽ മതി ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഹൗ ക്യാൻ വി ബിൽഡ് എ ഹാബിറ്റ്? എങ്ങനെ നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം? ഒരുപാട് ആൾക്കാർ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത് ശരിയായിട്ടുള്ള രീതിയിലൂടെ അല്ല. അവരുടെ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയോ പിഴവുകളുണ്ട്. അതുകൊണ്ടാണ് അവർ ഹാബിറ്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാവുന്നത്. ഹൗ വി ഷുഡ് തിങ്ക് ബിഫോർ വി സ്റ്റാർട്ട് വൺ ഹാബിറ്റ്. ഒരു ഹാബിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. വി നീഡ് ടു തിങ്ക് അബൌട്ട് ദി ഐഡൻറ്റിറ്റി. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുള്ളത്. ഞാനിപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹൂ ആർ യു? വാട്ട് ഈസ് യുവർ ഐഡൻറ്റിറ്റി? അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ വരും. ഐ ആം എ ടീച്ചർ, ഐ ആം എ speaker, I am a writer, I am a football player, I am a cook, I am a chef. ഇങ്ങനത്തെ കുറേ ഐഡിയാസ് വരും. ഐഡിയാസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് നോക്കുക. ഹൂ ആർ യു? അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓ മാൻ, ഐ ഡോണ്ട് ഹാവ് എനി ഐഡൻറ്റിറ്റി. എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. ഈ സൊസൈറ്റിയിൽ ഞാൻ ആരാണ് എന്നുള്ള ഐഡിയ എനിക്കില്ല. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഐ ആം എ ട്രെയിനർ, ഐ ആം എ പബ്ലിക് സ്പീക്കർ, ഐ ആം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ, ഐ ആം എൻ ഇംഗ്ലീഷ് ട്രെയിനർ. ബേസിക്കലി ഐ ആം എ ട്രെയിനർ എന്നൊക്കെ പറയാൻ പറ്റും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഐ വാണ്ട് ടു മാസ്റ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യണം. അതൊരു ഗോളാണ്, അതൊരു ഐഡൻറ്റിറ്റി അല്ല. അതിനെ ഐഡൻറ്റിറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ റീഫ്രേസ് ചെയ്താൽ ഇങ്ങനെ പറയാൻ പറ്റും, I am kind of person who like to speak every single day. I am a kind of person who likes to speak every single day. എല്ലാ ദിവസവും സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ആദ്യം പറഞ്ഞത് ഗോളായിരുന്നു. ഐ വാണ്ട് ടു മാസ്റ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതൊരു ഗോളാണ്. നേരെ മറിച്ച് എനിക്ക് എന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാവണം. ഐ ആം എ ഇംഗ്ലീഷ് സ്പീക്കർ. എവറി സിംഗിൾ ഡേ ഐ എം ഗോയിങ് ടു സ്പീക്ക് സംഹൗ. എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് അത്രയും ആഗ്രഹമുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആൾക്കാർ ഒരു ഐഡൻറ്റിറ്റി തരും. യു ആർ സ്പീക്കർ. ഹീ സ്പീക്സ് എവറി ഡേ. ഹീ സ്പീക്സ് എവറി ഡേ. ഐ ക്യാൻ സീ ഹിസ് വീഡിയോസ്. വെനെവർ ഐ മീറ്റ് ഹിം, ഹീ സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ. സോ ഈ ഒരു ഫീഡ്ബാക്ക് ആൾക്കാർ നമുക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഐഡൻറ്റിറ്റി സ്റ്റാർട്ട് ആവുന്നത്. സോ ഐഡൻറ്റിറ്റി ബേസിൽ ചിന്തിച്ചാൽ നമുക്കൊരു ഹാബിറ്റ് സക്സസ്ഫുള്ളി ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഗോളിൻ്റെ ബേസിൽ ചിന്തിച്ചാൽ നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന മാരത്തോണിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓടുകയാണ്. അത് കഴിഞ്ഞാൽ അതുവരെയുള്ള പ്രാക്ടീസും റുട്ടീൻസും എല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഐ അച്ചീവ്ഡ് ദാറ്റ് ഗോൾ, നൗ ഐ ഡോണ്ട് ഹാവ് ടു വർക്ക് എനിമോർ, ലെറ്റ് മീ സ്റ്റോപ്പ് റണ്ണിങ് എവറി സിംഗിൾ ഡേ. ഞാൻ എന്നും ഓടുന്ന ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്നും ഓടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര കാലത്തോളം എനിക്ക് എനർജി ഉണ്ടോ അത്രയും കാലത്തോളം ഞാൻ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും കാലത്തോളം റൺ ചെയ്യുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. സോ അതിന് റൈറ്റ് ഹാബിറ്റ്സ് എനിക്ക് ബിൽഡ് ചെയ്യണം. സോ ഹൗ ക്യാൻ വി യൂസ് ഹാബിറ്റ് ട്രാക്കർ ടു ബിൽഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഹാബിറ്റ്സ്? ഓക്കെ, 2 ഹാബിറ്റ്സുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒന്ന് ഷാഡോ ജിം, രണ്ടാമത്തത് മിറർ ടോക്ക്. സോ ഇനി ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ according to Atomic Habits, there are 4 framework. The first framework is make it obvious. അതായത് ചെയ്യാൻ പോണ കാര്യത്തിനെ പറ്റി ഓർമ്മ വേണം, റിമൈൻഡർ മെക്കാനിസം വേണം. രണ്ടാമത്തത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, അത് ചെയ്യാൻ നല്ല താല്പര്യം വേണം. മൂന്നാമത്തത് മേക്ക് ഇറ്റ് ഈസി, അത് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കണം. നാലാമത്തത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്, സെൽഫ് അക്കൗണ്ടബിലിറ്റിയാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ച് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് സ്വയം അക്കൗണ്ട് ചെയ്തിട്ട് ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാബിറ്റ് ട്രാക്കർ എടുത്താൽ ഹാബിറ്റ് ട്രാക്കറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കുള്ള അപ്ഡേറ്റ് ആയിരിക്കും അതിലുണ്ടാവുക. ഈ ഭാഗത്ത് മുഴുവൻ ഹാബിറ്റുകൾ ലിസ്റ്റ് ചെയ്യും. പിന്നെ ഒരു മാസം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സെൽസ് ഉണ്ടാവും. ആ സെൽസിൽ ഓരോ ദിവസം ചെയ്യുമ്പോഴും ക്രോസ് മാർക്ക് ഇട്ട് അത് ചെയ്തു എന്നുള്ളത് എഴുതി കാണിക്കും. സോ ഇതിൻ്റെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പോകുന്ന ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഒരു റൂമോ അല്ലെങ്കിൽ പ്ലേസോ വീട്ടിനുള്ളിൽ കാണാം, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യേണ്ടത് ആ പ്ലേസിൽ കാണാം, എന്നും പോകണം. സോ ഈ ഹാബിറ്റ് ട്രാക്കർ നമ്മൾ എന്നും പോകുന്ന റൂമിലോ എന്നും പോകുന്ന പ്ലേസിലോ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യാനൊരു പേന കിട്ടുന്നിടത്ത് വെച്ചാൽ 90% ഓഫ് ദി വർക്ക് ഈസ് ഓവർ. സെൽഫ് അക്കൗണ്ടബിലിറ്റി വിൽ വർക്ക്. നമ്മൾ കാണുമ്പോൾ ആ ആക്ഷനെ പറ്റിയിട്ട് ഓർമ്മ ആവുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദി സെക്കൻഡ് ഫ്രെയിം വർക്ക് ഈസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതായത് ഹാബിറ്റ് ട്രാക്കറിലെ പ്രോഗ്രസ് കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്റ്റീവ് ആവും. അതായത് പ്രോഗ്രസ് ആണ് നമുക്ക് വേണ്ടത്. പ്രോഗ്രസ് ഓൾറെഡി ഹാബിറ്റ് ട്രാക്കറിൽ കാണുന്നുണ്ട്. സോ
we are more motivated to do that work. Third one is make it easy. കാര്യങ്ങൾ എളുപ്പമാക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എളുപ്പമാക്കാൻ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വി നീഡ് ടു യൂസ് 2 minutes റൂൾ, മേ ബി വി നീഡ് ടു യൂസ് 5 minutes റൂൾ. 2 മിനിറ്റ് മാത്രം ചെയ്യുന്ന റൂളോ അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രം ചെയ്യുക തുടക്കത്തിൽ ഹാബിറ്റ് തുടങ്ങുമ്പോൾ. ഈ രണ്ട് റൂള് അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി ഈസി. നാലാമത്തത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് ആണ്. സോ നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രോഗ്രസ്. ഇഫ് വി ആർ പ്രോഗ്രസിങ്, വി ആർ ഹാപ്പി. സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മാർക്ക് യൂസിങ് ദ പെൻ. സോ നമ്മൾ പെൻ എടുത്തിട്ട് കറസ്പോണ്ടിങ് സെല്ലിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ഉണ്ടാവും. ഈ ആക്ഷൻ ഞാൻ ചെയ്തു, ഐ ആം പ്രോഗ്രസിങ് ഇൻ ദിസ് ഏരിയ എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾ 1 month ചെയ്താൽ മനസ്സിലാവും ഈ ഹാബിറ്റ് നിർത്തണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, ഇമ്പ്രൂവ് ചെയ്യണോ, ഇത് മോഡിഫൈ ചെയ്യണോ എന്നുള്ളതല്ല. ഇത് 2 മാസം റിപ്പീറ്റ് ചെയ്തു, 3 മാസം റിപ്പീറ്റ് ചെയ്തു, എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ഐഡൻറ്റിറ്റി സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ബൈ ഡൂയിങ് ദിസ് വേ വി ക്യാൻ ആക്ച്വലി അച്ചീവ് അവർ ഗോൾസ്. നമ്മൾ ചെയ്തത് ഒന്നുമില്ല, നമ്മൾ സെൽഫ് അക്കൗണ്ടബിലിറ്റി ചെയ്തു. വി സ്റ്റാർട്ടഡ് ടു അക്കൗണ്ട് അവർ സെൽഫ്. നമ്മളെ തന്നെ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി. നമുക്കൊരു മെൻറ്ററില്ല, നമുക്ക് പിയർ അക്കൗണ്ടബിലിറ്റി ഇല്ല, നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ല. പല സിറ്റുവേഷനിലും നമ്മൾ ഒറ്റക്കാവും. സോ ആ ഒറ്റക്കാവുന്ന സിറ്റുവേഷൻസിൽ ഇതുപോലത്തെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ദി ടെക്നിക്സ് നെയിം ഈസ് സെൽഫ് അക്കൗണ്ടബിലിറ്റി. ദ ടൂൾ വി ക്യാൻ യൂസ് ഫോർ സെൽഫ് അക്കൗണ്ടബിലിറ്റി ഈസ് ഹാബിറ്റ് ട്രാക്കർ. ഒരു ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് സെൽഫ് അക്കൗണ്ട് ചെയ്തിട്ട് നമ്മളുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ തിങ്. സോ ബൈ ദി വേ ഐ സ്റ്റാർട്ടഡ് എ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഇൻ വിച്ച് പീപ്പിൾ കം ദർ ആൻഡ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതിൽ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കും. ഒരു ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ആർ someone who is trying to improve your communication skill, the way you speak, you can try to join. Some really cool friends there. You will be speaking in English there, so you will be growing. Okay, so if you like this video, consider subscribing to this channel and watch this video in which I was explaining how to build habits based on Atomic Habits, and you can watch this video in which I was explaining how to build a habit tracker using Notion. All the best.